ന്യൂസ് ട്രെൻഡ്സ് ആദ്യം പരിശോധിക്കുന്നത് 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ 8.5 വർഷം നീണ്ട വിചാരണയ്ക്ക് ഒടുവിൽ ആണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. വിചാരണ കോടതി 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ആണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയത്. അതേസമയം ഈ കേസിന്റെ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ടിരുന്ന നടൻ ദിലീപ് കുറ്റവിമുക്തനായ സാഹചര്യം ആണ് ഉണ്ടായത്. 1700 പേജുകളിൽ അധികം ഉള്ള വിധിപ്പകർപ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഓരോ ഭാഗങ്ങൾ പ്രേക്ഷകരുമായി ഞങ്ങൾ ഇതിനോടകം തന്നെ പങ്കുവെച്ച സാഹചര്യം ഉണ്ട്. പ്രധാനമായും ദിലീപിനെതിരെ ഉണ്ടായിരുന്ന ഗൂഢാലോചന, ബന്ധപ്പെട്ട തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സമർപ്പിച്ച രേഖകൾ, ഇതെല്ലാം തന്നെ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. ഒപ്പം ഈ കേസിലെ ഏറ്റവും നിർണായകമായ മൊഴി എന്നത് താരങ്ങൾ നൽകിയ മൊഴികൾ ആയിരുന്നു. ആ മൊഴികളിലെ വൈരുദ്ധ്യം എങ്ങനെയാണ് ഈ കേസിനെ ബാധിച്ചത്, ഒപ്പം ഈ ഗൂഢാലോചന എന്തുകൊണ്ട് തെളിയിക്കപ്പെട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഇതിനോടകം ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇതേ വിധിപ്പകർപ്പുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ്. അത് എന്ത് എന്നതിലേക്ക് പോകുമ്പോൾ, അതായത് നടി ആക്രമിക്കപ്പെട്ട സംഭവം, അതിൽ പൾസർ സുനിയായിരുന്നു ഒന്നാമത്തെ പ്രതി എന്ന് നമുക്കറിയാം. 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഇപ്പോഴും കേരളം 2 തട്ടിലായി നിൽക്കുകയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട. ഒരിടത്ത് നടിക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്നവരുണ്ട്, അതേസമയം നടിക്ക് നീതി ലഭിച്ചില്ല എന്ന് വാദിക്കുന്നവർ മറുഭാഗത്തുമുണ്ട്. ആ മറുഭാഗത്തെ ആരോപണങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്നത് പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത്, ആർക്ക് വേണ്ടിയാണ് ആക്രമണം നടത്തിയത്. അവിടെ അന്വേഷണ സംഘം കണ്ടെത്തിയ ഉത്തരം എന്നത് നടൻ ദിലീപായിരുന്നു. പക്ഷെ കോടതിക്ക് അത് ബോധ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള പല രേഖകളും തെളിവുകളും കോടതിക്ക് അംഗീകരിക്കാൻ പറ്റുന്നവയായിരുന്നില്ല എന്നതാണ് കോടതി വിധിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അവിടെ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് കൂടിയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സ്വാഭാവികമായും ഈ നടി ആക്രമിക്കപ്പെട്ടത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എങ്കിൽ നടൻ ദിലീപിന് നടിയുമായി ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്ത് എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ കാരണത്തിലേക്ക് പോകുമ്പോൾ നടിക്ക് ഈ നടനുമായി ഒരു ശത്രുതയുണ്ടായിരുന്നു. കൃത്യമായി നടിയെ ലക്ഷ്യം വെക്കുന്നതിന് കാരണമായിട്ടുള്ള സംഭവം എന്ത് എന്നത് ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നടിയുമായി നടൻ ദിലീപിന് കൃത്യമായൊരു ശത്രുതയുണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്ക്, എന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തി. ആ ശത്രുതയുടെ തുടക്കം എന്നത് ദിലീപ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള യൂറോപ്യൻ പര്യടനത്തിൽ ആയിരുന്നു. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഈ നടൻ്റെ ആദ്യ ഭാര്യ എന്നത് മഞ്ജു വാര്യർ ആയിരുന്നു. അതേ സമയത്ത് തന്നെ നടന് കാവ്യ മാധവനുമായി ചില മെസ്സേജ് സന്ദേശങ്ങൾ ടെലിഫോണിൽ കണ്ടു. അത് മഞ്ജു വാര്യർ കണ്ടു. അതിനുശേഷം ഇതിനെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ നടി മഞ്ജു വാര്യരോട് സംസാരിച്ചു. അങ്ങനെയാണ് അവിടെ ദിലീപും അതോടൊപ്പം തന്നെ നടിയും തമ്മിലുള്ള സംഘർഷം ഉടലെടുക്കുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് നടിയെ ഭീഷണിപ്പെടുത്തുക, കൊല്ലാൻ പോലും മടിയില്ല എന്ന തരത്തിലുള്ള പ്രതികരണം നടനിൽ നിന്ന് ഉണ്ടാവുക. ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ കോടതിയുടെ പക്കലിലേക്ക് അല്ലെങ്കിൽ കോടതിക്ക് മുന്നിലേക്ക് വാദമുഖങ്ങളുടെ ഘട്ടമായി എത്തിയതാണ്. പക്ഷേ അങ്ങനെ ഒരു ശത്രുത നടന്, ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ടിരുന്ന നടൻ ദിലീപിന് ഉണ്ടായിരുന്നു എന്നത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്ന പശ്ചാത്തലം ആണ് ഉണ്ടായത്. അതെങ്ങനെ എന്നതാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളോടൊപ്പം ചേരുന്നത് ഇപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ്. രഞ്ജിത്ത്, നമ്മൾ നേരത്തെയും വളരെ പ്രധാനപ്പെട്ട മൊഴികൾ ഏത് തരത്തിലാണ് ഈ കേസിനെ ബാധിച്ചത്, ഇപ്പോഴിതാ ഈ നടിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാകുന്നതിൽ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ദിലീപ് എന്ന ആരോപണമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ ദിലീപിന് കൃത്യമായൊരു ശത്രുത നടിയുമായി ഉണ്ടായിരുന്നു. ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി അടക്കം ഉണ്ടായി. ഇത്തരം വാദങ്ങളിലേക്കാണ് പ്രോസിക്യൂഷൻ പോയത്. നമുക്ക് ആ വാദത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു ഈ ഒരു പശ്ചാത്തലം, എവിടെ വെച്ച് എങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ പ്രചരിക്കപ്പെട്ടിരുന്നത്. അഭിലാഷ്, ഇവിടെ നമുക്ക് വളരെ കൃത്യമായി അറിയാം എന്താണ് ഈ നടിയെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട മോട്ടീവ് എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ദിലീപിന് അതിജീവിതയോടുള്ള കടുത്ത ശത്രുതയായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട് കാവ്യമാധവൻ ദിലീപുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ കണ്ട ചില മെസ്സേജുകൾ, ആ മെസ്സേജുകൾ മഞ്ജുവിനോട് വളരെ കൃത്യമായി തന്നെ ആ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്ത്
നടിയാണ് എന്നുള്ള വിവരം ദിലീപിന് ലഭിക്കുകയും തുടർന്ന് ദിലീപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നടിയെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് ഈ സംഭവത്തിന് പിന്നിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. വളരെ കൃത്യമായ ഒരു മോട്ടീവ് ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ വിധിന്യായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ജഡ്ജ്മെന്റിലേക്കും മറ്റും വരുമ്പോൾ ഈ വാദങ്ങൾ പൂർണ്ണമായും കോടതി തള്ളുന്നതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ അത് 2012-ലും 2013-ലുമായി നടന്നതാണ്. അതിലൊന്ന് യൂറോപ്യൻ ഷോ, അതായത് ദിലീപ് ഷോ എന്ന പേരിൽ ദിലീപും നാദിർ ഷായും അടക്കമുള്ള നിരവധി നടന്മാർ, നാദിർ ഷായുണ്ട്, റിമി ടോമിയുണ്ട്, കാവ്യ മാധവനുണ്ട്, ഈ പറഞ്ഞ അതിജീവിതയുണ്ട്, അതിജീവിയുടെ അമ്മയുണ്ട്, അങ്ങനെ അടക്കമുള്ള നിരവധിയായ നടന്മാർ പങ്കെടുത്ത ഒരു ഷോ അത് യൂറോപ്യൻ ഷോയായി നടന്നിരുന്നു. 2012 മാർച്ച് 25 മുതൽ ജൂൺ 30 വരെയുള്ള ഒരു ദീർഘകാലം നീണ്ടുനിന്ന ഒരു ഷോ ആയിരുന്നു അത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്കറിയാം, നേരത്തെ അതിന് മുൻപ് നടന്ന അമേരിക്കൻ ഷോയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ, ഇതിനിടയിലാണ് ഈ നടി ഇത്തരം കാര്യങ്ങൾ മഞ്ജു വാര്യരോട് ഷെയർ ചെയ്തു എന്ന ദിലീപിന്റെ ബോധ്യം വന്നത്. ഇതേ തുടർന്ന് ഈ യൂറോപ്യൻ ഷോയിൽ പോകാൻ നടി താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു മൊഴിയായി തന്നെ കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നതുകൊണ്ട്, കരാറ് ഒപ്പുവെച്ചതുകൊണ്ട് മാത്രമാണ് നടി ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഈ ഷോയിലെ പ്രധാനികളായി ഉണ്ടായിരുന്നത് ദിലീപും നടിയുമായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നടിക്ക് മാറി നിൽക്കുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് മാത്രമാണ് ഈ ഷോയിൽ അവർ പങ്കെടുത്തത് എന്നാണ് മൊഴിയായി പറഞ്ഞത്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ആക്ഷേപങ്ങൾ നടിയുടെ അഭിഭാഷകൻ, പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. ദിലീപ് ആ സമയത്ത് തന്നോട് മിണ്ടിയിരുന്നില്ല എന്നാണ് നടി മൊഴിയായി കോടതിയിൽ നൽകിയത്. ഈ സമയത്ത് ഈ യൂറോപ്യൻ ഷോയിൽ ഉടനീളം ദിലീപ് മിണ്ടിയിരുന്നില്ല എന്നുള്ള മൊഴി നടി നൽകുന്നു. PW36, അതായത് റിമി ടോമിയും PW181 പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളായ റിമി ടോമിയും നാദിർ ഷായും എന്താണ് ചില പ്രശ്നങ്ങൾ എന്ന് തന്നോട് ചോദിച്ചു എന്നും നടി ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതാണ്. 7 ഷോകളാണ് യൂറോപ്പിൽ ഉടനീളം ഇത്ര ദിവസങ്ങളിലായി ഈ താരങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടിയുണ്ടായിരുന്നത്. ദീർഘമായ യാത്രകൾ വേണ്ടിവരും, നിരവധിയായ സമ്പർക്കങ്ങൾ വേണ്ടിവരുന്ന ഒരു ഷോയാണ്. സ്കിറ്റുകളുടെ പ്രാക്ടീസുകളും മറ്റും സ്വാഭാവികമായും ഉണ്ടാകും. യാത്രക്കിടെ നമുക്കറിയാം, ഈ സുബിയും, മരിച്ചുപോയ സുബി, നടി സുബി, ഷാജോൺ, കലാഭവൻ ഷാജോൺ, ധർമ്മജൻ എന്നിവരുടെയും ഒരു സാന്നിധ്യം ഈ ഷോയിൽ ഉണ്ടായിരുന്നു. ഈ ഷോയിൽ ഉടനീളം അവർ പ്രധാന പങ്കാളികളുമായിരുന്നു എന്നുള്ളതാണ്. യാത്രക്കിടയിൽ നടി പറഞ്ഞത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണ്. ദീർഘദൂരമുള്ള ഒരു യാത്രയായിരുന്നു. യൂറോപ്യൻ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ദീർഘദൂരങ്ങളിൽ ബസ്സിലും മറ്റും യാത്ര ചെയ്യേണ്ടി വരുന്ന പശ്ചാത്തലം ഉണ്ടാകും. ഒരു ഷോ കഴിഞ്ഞ് അടുത്ത ഷോയിലേക്കൊക്കെ പോകുമ്പോൾ ഈ യാത്രക്കിടയിൽ തൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച്, അമ്മ മാത്രമല്ല മറ്റ് സഹതാരങ്ങളും ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നടി പറയുന്നത്. സഹതാരങ്ങളടക്കം ഉള്ള മുന്നിൽ വെച്ച്, അതായത് തന്നെ ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് നടി മൊഴിയായി മുന്നോട്ട് വെച്ചത്. ഈ മഞ്ജു വാര്യരോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, കാവ്യ മാധവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുത്തി പറയണം എന്നാവശ്യപ്പെട്ടാണ് ദിലീപ് ഭീഷണിപ്പെടുത്തിയത് എന്ന് അതിജീവിതയായ നടി പറയുന്നു. എനിക്കെതിരെ നിന്നവരാരും മലയാള സിനിമയിൽ എവിടെയും എത്തിയിട്ടില്ലെന്നാണ് ബസ്സിൽ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു വന്നത്. അത് ഏറെ നിർണായകമായ ഒരു വിവരമായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ താരങ്ങളെല്ലാം ഉള്ളപ്പോൾ യാത്രക്കിടയിൽ ബസ്സിൽ വെച്ചാണ്. അത് മാത്രമല്ല പറയുന്നത്, തിരിച്ചു വരുമ്പോൾ നീ എന്നെ വിളിക്കണം എന്നാവശ്യപ്പെടുന്നു. അതുമാത്രമല്ല, വിളിച്ചാൽ നമുക്ക് ഒരുമിച്ച് ചില സിനിമകൾ ചെയ്യാം, 1, 2, 3 സിനിമകൾ ഒരുമിച്ച് അടുത്തടുത്ത് ചെയ്തു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ തെറ്റിദ്ധാരണ മാറാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ദിലീപ് പറഞ്ഞു എന്നാണ് നടി മൊഴിയായി നൽകിയത്. രണ്ടാമത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് അത് അമ്മയുടെ താരസംഘടനയായ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ്. മഴവിൽ അഴകിൽ അമ്മ എന്ന ഒരു പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അന്ന് ഒരു ചാനലുമായി ചേർന്നാണ് ഈ പരിപാടി നടത്തിയിരുന്നത്. തിരുവനന്തപുരത്തും ഷോ ഉണ്ടായിരുന്നു, വിദേശ രാജ്യങ്ങളിലും മറ്റും ഷോ ഉണ്ടായിരുന്നു. അന്ന് അബാദ് പ്ലാസയിൽ ആണ് റിഹേഴ്സൽ ക്യാമ്പ്. ഇത് മറ്റേ യൂറോപ്യൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട സംഭവവികാസം നടന്നത് 2012-ലാണെങ്കിൽ അബാദ് പ്ലാസയിൽ നടന്ന സംഭവം 2013-ലാണ്. അപ്പോൾ അവിടെ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ റിഹേഴ്സൽ ക്യാമ്പ് നടന്നത് എന്നുള്ളതാണ്. അന്നും ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് നടി പറയുന്നത്. തന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന മൊഴിയായി നടി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് കാവ്യ മാധവനുമായുള്ള ബന്ധം
ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുകയും ചില ഓൺലൈനിൽ അന്ന് ഈ പറഞ്ഞ പോലെ ചില മാസികകളിലും മറ്റും ഇത്തരം ചില പ്രചരണങ്ങൾ വരികയും മറ്റും ചെയ്തു. അത് ഈ അമ്മ സംഘടനയ്ക്കിടയിൽ വലിയ ചർച്ചയായ ഒരു പശ്ചാത്തലവും മറ്റും ഉണ്ടാവുകയാണ്. ഇത് ഈ റിഹേഴ്സൽ ക്യാമ്പിനിടയിൽ അമ്മ അംഗങ്ങളിൽ ചിലർ കാവ്യ മാധവനോട് ചോദിച്ചു എന്നാണ് നടി മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചതിനെ തുടർന്ന് കാവ്യ മാധവൻ പൊട്ടിക്കരഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ ആ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് ആ പൊട്ടിക്കരഞ്ഞ വലിയ വിഷമത്തോടു കൂടി മാറി നിന്നു എന്ന കാര്യവും പറയുന്നുണ്ട്. ഇത് ദിലീപിന് നടിയോട് വൈരാഗ്യം വല്ലാതെ കൂട്ടാൻ ഇടയാക്കി. കാരണം ഈ അതിജീവിതയായ നടിയാണ് ഇക്കാര്യം മഞ്ജുവിനോട് പറഞ്ഞതെന്നും മറ്റുള്ള ആളോട് പറഞ്ഞു നടക്കുന്നത് എന്നുമുള്ള ചില പ്രചരണങ്ങൾ, അത്തരം ചില ബോധ്യങ്ങൾ ദിലീപിനുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ദിലീപിന് വലിയ നാണക്കേടായി എന്ന് മൊഴിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് നടിയെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുന്നു. ഇതിനിടയിൽ ഈ വിഷയം നടന്നപ്പോൾ, ഈ റിഹേഴ്സൽ ക്യാമ്പിനിടയിൽ ഇത്രയും വലിയ സംഭവവികാസം നടക്കുമ്പോൾ നടൻ സിദ്ദിഖ് ഇടപെട്ടിട്ടാണ് ഈ വിഷയത്തിൽ ഇവരെ പിടിച്ചു മാറ്റുകയും സമാധാനപ്പെടുത്തുകയും മറ്റും ചെയ്തത്. ഇതിനിടയിൽ സിദ്ദിഖും തന്നോട് ഷൗട്ട് ചെയ്തു എന്ന് നടി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രോസിക്യൂഷൻ ആർഗ്യുമെന്റ് നോട്ട് പേജ് നമ്പർ 59-ലും 60-ലും ഈ സംഭവ വികാസം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ദിലീപിന് നടിയോടുള്ള വൈരാഗ്യം കൂട്ടാൻ ഇടയാക്കി. അതായത് കാവ്യ മാധവനോട് റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് പരസ്യമായി ചിലർ എന്താണ് ദിലീപുമായുള്ള ബന്ധമെന്ന് ചോദിക്കുകയും അത് കാവ്യ പൊട്ടിക്കര ഇടയാക്കുകയും മറ്റും ചെയ്തപ്പോൾ ആ ദിലീപിന് വൈരാഗ്യം വലുതോതിൽ നടിയോട് കൂടാൻ ഇടയാക്കി എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ സാക്ഷികളുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് തെളിയിക്കുന്നു എന്ന വാദമായിരുന്നു പ്രോസിക്യൂഷനും മറ്റും മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് റിഹേഴ്സൽ ക്യാമ്പിനിടെ ബിന്ദു പണിക്കരും കൽപ്പനയും തന്നോട് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നും മറ്റും പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. ഭാമയും തന്നോട് ഇക്കാര്യം ചോദിച്ചു, പച്ചയ്ക്ക് കത്തിക്കും എന്ന കാര്യമൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു, അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറാനുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു. ഈ രണ്ട് സംഭവ വികാസങ്ങളാണ് അഭിലാഷ് പ്രധാനമായും ഇത്തരത്തിൽ വൈരാഗ്യം കൂടാൻ, ദിലീപിന് നടിയോട് വൈരാഗ്യം കൂടിയതും ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ടും പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ യൂറോപ്യൻ ട്രിപ്പിലെ പ്രധാനപ്പെട്ട തർക്കങ്ങൾ, അതിനുശേഷം അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ നടന്ന വിഷയങ്ങൾ, ഇത് രണ്ടും വളരെ പ്രധാനമായി ഒരു ആർഗ്യുമെന്റായി പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. യെസ്, തീർച്ചയായും ഇതിൽ ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഗൂഢാലോചന എന്നത് തെളിയിക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമാകുന്ന ഒന്നാണ്. അവിടെ എപ്പോൾ മുതലാണ് ഈ നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്? അത് നമ്മൾ പല ആവർത്തിയായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ കാവ്യ മാധവനുമായി ഉള്ള ടെലിഫോൺ മെസ്സേജുകൾ എന്നതാണ് പ്രധാനമായി മൊബൈൽ വന്നിട്ടുള്ള മെസ്സേജുകൾ. അത് മഞ്ജു വാര്യർ കാണുന്ന സമയത്ത് ആണ് ഇതിൻ്റെ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതകൾ അല്ലെങ്കിൽ അകൽച്ച ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ശത്രുത, അവിടെയാണ് ഈ പറയുന്ന ആക്രമണത്തിന് ഇരയായിട്ടുള്ള നടി മഞ്ജു വാര്യരുമായി ആശയവിനിമയം നടത്തി, അതുമായി ബന്ധപ്പെട്ട ഭീഷണികൾ എന്ന നിലയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമാണല്ലോ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വിശ്വസനീയമാകുന്ന തരത്തിലാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകാം, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം, ഒരു ഷോയിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം പറയുമ്പോഴും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉയർത്തുമ്പോൾ ആ കോടതിക്ക് ഇത് ബോധ്യപ്പെടാതെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ രഞ്ജിത്ത്, അതെന്തായിരുന്നു? തീർച്ചയായും മൊഴിയായി നടി പറഞ്ഞ ഈ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് അഭിലാഷ്, അത് ഈ ഷോയിലുടനീളം, അതായത് 2 മാസത്തോളം നീണ്ടുനിന്ന ഒരു ഷോയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് 4 മാസത്തോളം നീണ്ടുനിന്ന, ഏതാണ്ട് ഒരു 3-3.5 മാസത്തോളം നീണ്ടുനിന്ന ഒരു വലിയ ഷോയാണ്. 25 മുതൽ ജൂൺ 30 വരെയുള്ള വലിയൊരു ഷോയാണ്. അതിൽ ഈ ഷോയിലുടനീളം തന്നോട് മിണ്ടിയിരുന്നില്ല ദിലീപ്, തന്നോട് വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നു എന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ യാത്രക്കിടയിൽ അമ്മയുടെയും മറ്റ് സഹതാരങ്ങളുടെയും ഇടയിൽ വെച്ചാണ് ഭീഷണിപ്പെടുത്തുകയും മറ്റു ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തത്. ഒരു ബസ് യാത്രക്കിടയിലാണ് വാഗ്ദാനം ചെയ്തത് എന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അമ്മ ക്യാമ്പിൽ വെച്ചാകട്ടെ ചില അംഗങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുകയും തുടർന്ന് ചില താരങ്ങൾ ഇടപെട്ട് പിടിച്ചു മാറ്റുകയും മറ്റും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ഷാർജയിലും കൊച്ചിയിലുമൊക്കെ നടന്ന പരിപാടിയിൽ ഈ മുകേഷും സിദ്ദിഖും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും കാവ്യയും മറ്റും ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. കാരണം അമ്മയുടെ അംഗങ്ങളായ ആളുകൾക്കെല്ലാം ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് അന്ന് തന്നെ ധാരണ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ബിന്ദു പണിക്കരും കൽപ്പനയും, നമുക്കറിയാം ബിന്ദു പണിക്കരൊക്കെ പിന്നീട് കോടതിയിൽ മൊഴി മാറ്റിയ വ്യക്തിയാണ്. ബിന്ദു പണിക്കരും കൽപ്പനയും തന്നോട് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നും
മൊഴിയായി നടി പറയുന്നുണ്ട്. അതേസമയം തന്നെ നടൻ സിദ്ദിഖ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത് എല്ലാവരോടും ഇത് പറഞ്ഞു നടക്കുന്നത്, ഇങ്ങനെ നീ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നിന്നോട് ദിലീപിന് കടുത്ത ശത്രുത ഉണ്ടായിട്ടുണ്ട് എന്ന് സിദ്ദിഖ് പറഞ്ഞു എന്നും നടി മൊഴിയായി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സിദ്ദിഖിനൊപ്പം ബിന്ദു പണിക്കരും ഇതുമായി ബന്ധപ്പെട്ട ദിലീപിനെ പിണക്കണ്ട, ദിലീപിന് ശത്രുത ഉണ്ടാക്കണ്ട എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം ദിലീപ് പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ഭാമയും തന്നോട് പറഞ്ഞു എന്ന് അതിജീവിത പറയുന്ന ഒരു പശ്ചാത്തലം, ക്രോസിൽ ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം 4-5 വാദങ്ങളാണ് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്, ഒപ്പം മൊഴിയായി നടി പറഞ്ഞത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം. നമുക്കിതിൽ ഓരോന്നായിട്ടൊന്ന് പരിശോധിച്ചാൽ, ആദ്യത്തെ വാദം എന്ന് പറയുന്നത്, കോടതിക്ക് മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, ദിലീപും നടിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല. അതായത് യൂറോപ്യൻ ഷോയിൽ ഉടനീളം സംസാരിച്ചിരുന്നില്ല എന്ന വാദം കോടതി പൂർണ്ണമായും തള്ളുകയായിരുന്നു. കാരണം ഈ ദിലീപ് പ്രതിഭാഗം വക്കീലടക്കം മുന്നോട്ട് വെച്ച വാദങ്ങളിൽ ഒന്ന്, ഈ ദിലീപും അതിജീവിതയായ നടിയുമായിരുന്നു ഈ ഷോയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ. അതായത് ഡാൻസ്, സ്കിറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും അഭിനയിച്ചത്, നായകനും നായികയുമായി അഭിനയിച്ചത് ഇവർ രണ്ടും തമ്മിലായിരുന്നു. ഇത്തരത്തിൽ പരസ്പരം ഒരുപാട് സിങ്ക് വേണ്ട, പരസ്പരം ഇടപഴകി അഭിനയിക്കേണ്ട പല സാഹചര്യങ്ങളും ഈ ഷോയിൽ ഉടനീളം ഉണ്ടായിരുന്നതാണ്. അവിടെ ഇങ്ങനെ പരസ്പരം മിണ്ടാതെ വൈരാഗ്യം വെച്ച് പുലർത്തി എങ്ങനെ അഭിനയിച്ചു എന്നുള്ള ചോദ്യത്തിന് നടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഈ ഓരോ ഷോയിലും, ഈ ഷോയുടെ വീഡിയോ ഒക്കെ ഹാജരാക്കി ഉണ്ടായിരുന്നു, ഓരോ ഷോയിലും നടി അതീവ സന്തോഷത്തോടു കൂടി തന്നെയാണ് പങ്കെടുത്തത് എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ശ്രീ രാമൻപിള്ള വാദിച്ചു. അത് കോടതി ആ തരത്തിൽ തന്നെ കോടതിക്ക് വ്യക്തമാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുകയായിരുന്നു. മറ്റൊന്ന്, നിങ്ങൾ സന്തോഷത്തോടെയാണല്ലോ പെർഫോം ചെയ്തത് എന്ന അഭിഭാഷകൻ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് സന്തോഷമുണ്ടായി എന്നതിന് നടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ വിഷയങ്ങളൊന്നും, ഇത്തരം വൈരാഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥനോട്, പോലീസിനോട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് നടിയുടെ അമ്മയും ഈ വിഷയത്തിൽ ഒരു സാക്ഷിയാണ് എന്ന് പറഞ്ഞിരുന്നു, നടിക്ക് മൊഴിയായി നൽകിയിരുന്നു. നടിയുടെ അമ്മ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതും അതീവ ഗൗരവതരമായി തന്നെ കോടതി മനസ്സിലാക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ ഭീഷണിയൊക്കെ മുഴക്കുന്നത് ബസ്സിൽ വെച്ചാണ്. ബസ്സിൽ ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും ആരും കേൾക്കാതെ ദിലീപ് എങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് വിശ്വസിക്കാനാവില്ല എന്ന് കോടതി പറയുകയാണുണ്ടായത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അതിന് ഒപ്പമുണ്ടായിരുന്ന ആളുകളെല്ലാം, ഇപ്പോൾ നാദിർഷയായാലും നാദിർഷയായാലും റിമി ടോമി ആയാലും അത്തരത്തിലുള്ള മറ്റാളുകളൊക്കെ ആണെങ്കിലും ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തുക എന്നതിനോടുകൂടി ചേർത്ത് വെക്കണം. മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും നടിയും ദിലീപും സ്റ്റേജിൽ വളരെ സന്തോഷത്തോടുകൂടി പെർഫോം ചെയ്തു എന്നുള്ളത് കോടതി അതീവ ഗൗരവതരമായി എടുത്ത ഒരു കാര്യമാണ്. ഇരുവരും നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു, നല്ല രീതിയിൽ ഇടപഴകിയിരുന്നു എന്നാണ് നാദിർഷായും റിമി ടോമിയും, സാക്ഷികളായ നാദിർഷായും റിമി ടോമിയും കോടതിയിൽ മൊഴി നൽകിയത്. യൂറോപ്യൻ ഷോയിൽ ഉടനീളം എല്ലാവരും കുടുംബാംഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത് എന്നായിരുന്നു ഇവർ മൊഴി നൽകിയത്. നടിയായിരുന്നു പ്രധാന ഡാൻസർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നാദിർഷ നൽകിയ മൊഴികളിൽ നാദിർഷയുടെ മൊഴി ദിലീപിനെ രക്ഷിക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച ഒന്നാണ്. യൂറോപ്യൻ ഷോയെക്കുറിച്ച് ചോദിച്ചതേ ഇല്ല എന്ന് നാദിർഷ മൊഴിയായി പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ യൂറോപ്യൻ ഷോയെക്കുറിച്ച് ചോദിച്ചതേ ഇല്ല എന്ന മൊഴിയും. കാരണം അന്വേഷണ ഘട്ടത്തിലൊന്നും കടന്നു വരാത്ത വിഷയമാണ് ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുന്നത് എന്നുള്ള വാദമാണ് പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. പരസ്പരം സംസാരിക്കാറില്ലായിരുന്നു എന്ന മൊഴി വിശ്വാസത്തിലെടുത്തില്ല. പരസ്യമായി എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ മോശമായ കാര്യങ്ങളൊന്നും ഈ ഷോയിൽ സംഭവിച്ചിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒപ്പം അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് 2-3 തവണ മൊഴിയെടുക്കാനായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സമീപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ അവസരങ്ങളിലൊന്നും, ഇത്തരം അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നടി തയ്യാറായില്ല എന്നുള്ളതും ഗൗരവമായി കോടതി എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭാമയുടെ മൊഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഭാമയും നടിയും തമ്മിൽ ഏറെ ബന്ധമുള്ള ഒരാളായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭാമയും നടിയും തമ്മിലുള്ള ബന്ധം വഷളായത് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ്. ഈ റിഹേഴ്സൽ ക്യാമ്പിൽ എല്ലാവരും പരസ്പരം വലിയ നല്ല ബന്ധത്തിലായിരുന്നു എന്നുള്ള ഭാമയുടെ മൊഴിയും കോടതി വിശ്വാസത്തിലെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ തെളിവ്, അതായത് ഈ ഭീഷണിപ്പെടുത്തി എന്നുള്ള തെളിവ് നമ്മൾ ആത്യന്തികമായി കോടതി കണ്ടെത്തിയത് കൃത്രിമ തെളിവാണ്. അത്തരത്തിൽ നടിയോട് ദിലീപിന് ശത്രുത ഉണ്ടായിരുന്നു എന്ന കാര്യത്തെ വളരെ കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു
കാര്യത്തിലേക്ക് എത്തുകയായിരുന്നു കോടതി എന്നുള്ളതാണ്. ഒപ്പം സിദ്ദിഖ് സമാനമായി സിദ്ദിഖും ദിലീപിന് അനുകൂലമായി മൊഴി നൽകുന്ന പശ്ചാത്തലമുണ്ടായി. നടി റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച്, അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് നടിയൊന്നും പറഞ്ഞ പശ്ചാത്തലമുണ്ടായില്ല. താനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ദിലീപിന് വേണ്ടി സിദ്ദിഖ് കള്ളം പറയുന്നു എന്ന വാദവും വളരെ കൃത്യമായി തന്നെ ഖണ്ഡിക്കാൻ ഈ പ്രതിഭാഗം അഭിഭാഷകൻ സാധിക്കുകയും തുടർന്ന് കോടതി അത് വിശ്വാസമെടുക്കുകയും മറ്റുമാണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഈ മോട്ടീവ് എന്നുള്ള നടിയുമായി ബന്ധപ്പെട്ട നടിയോട് ദിലീപിന് അമിതമായ വൈരാഗ്യമുണ്ടായിരുന്നു. ആദ്യത്തെ ഷോയിൽ, അതായത് യൂറോപ്യൻ ഷോയിൽ വൈരാഗ്യം വല്ലാത്ത തോതിൽ ഉണ്ടാവുകയും അത് പക്ഷേ ഒരു കോംപ്രമൈസ് ലെവലിലുള്ള ടോക്കുകളൊക്കെ ദിലീപിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. രണ്ടാമത് അമ്മയുടെ അബാദ് പ്ലാസയിൽ നടന്ന റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് കാവ്യ മാധവൻ പൊട്ടിക്കരഞ്ഞപ്പോൾ ആ വിഷയത്തിൽ ദിലീപ് കൂടുതൽ ക്ഷുഭിതനാവുകയും കോപാകുലനാവുകയും ചെയ്തു. തുടർന്ന് ഒരു തരത്തിലും കോംപ്രമൈസ് ഉണ്ടാകാത്ത തരത്തിലുള്ള വൈരാഗ്യം നടിയോട് ദിലീപിനുണ്ടായി എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ തരത്തിലാണ് അഭിലാഷ് പൂർണ്ണമായും കോടതി നിഷേധിച്ചത്, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ പൊളിഞ്ഞത്. യെസ്, അതായത് രഞ്ജിത്ത്, ഇപ്പോൾ ഈ വിധി പ്രസ്താവം പുറത്തു വരുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്ന്, അന്വേഷണ സംഘത്തോട് ആ ഘട്ടത്തിൽ, അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിലൊന്നും ഈ ഷോയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ ഷോയുടെ തന്നെ ഭാഗമായിരുന്ന മറ്റുള്ളവർ, അവരുടെ ഭാഗത്ത് നിന്ന് അതിജീവിതയ്ക്ക് അനുകൂലമാകുന്ന ഒരു തരത്തിലുള്ള പ്രതികരണമോ മൊഴികളോ വിചാരണ ഘട്ടത്തിലടക്കം ഉണ്ടായില്ല. ഇത് രണ്ടുമാണ് പ്രധാനമായും ഈ അതിജീവിതയ്ക്ക് തിരിച്ചടിയായത്, അല്ലെങ്കിൽ ദിലീപിന് ഗുണകരമായത് എന്ന് വേണമല്ലേ അനുമാനിക്കാൻ. തീർച്ചയായും ഇത്തരത്തിൽ ദിലീപിനൊപ്പം ഉണ്ടായിരുന്ന ആ ഷോയിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും, അതിപ്പോൾ റിമി ടോമി, ഭാമ, സിദ്ദിഖ്, മുകേഷ്, ബിന്ദു പണിക്കർ, കൽപ്പന, അങ്ങനെ തുടങ്ങി നിരവധി ആളുണ്ടായിരുന്നു. ഇവരാരും ഈ പറഞ്ഞ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായ മൊഴി കോടതിക്ക് മുന്നിൽ പറഞ്ഞതാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവം സ്വഭാവത്തെ കുറച്ചു കൊണ്ടുവന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് സാക്ഷിമൊഴികൾ പൂർണ്ണമായും ദിലീപിന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. ദിലീപിനെതിരെ പറഞ്ഞിരുന്ന ആളുകൾ അവരാരും ഈ ഷോയുടെ ഭാഗമായി പങ്കെടുക്കാതിരുന്നത് തന്നെ കോടതിക്ക് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നതിന് തടസ്സമായി എന്നുള്ളത് നമ്മൾ ഇതിനോട് ചൂണ്ടിക്കാണും. നമുക്കറിയാം, എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചാലും ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പുറത്തുണ്ടായാലും, നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തകളും മറ്റും വന്നാലും, പുറത്ത് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും തെളിവുകൾ വളരെ കൃത്യമായി കോടതിക്ക് മുന്നിൽ ഹാജരാക്കാതെ, സാക്ഷിമൊഴികൾ ഇല്ലാതെ, ഈ സംഭവ വികാസങ്ങൾ നടന്നു എന്നതിന് ഡിജിറ്റൽ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ലാതെ കോടതിക്ക് അതൊരിക്കലും ബോധ്യപ്പെടില്ല. അങ്ങനെ വളരെ കൃത്യമായി തന്നെ പല ക്രോസുകളിലും മറ്റും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ അമ്മ ക്യാമ്പിൻ്റെമായി ബന്ധപ്പെട്ടൊരു ക്രോസ് ഉണ്ടായി അഭിലാഷ്. അതിൽ മാർച്ച് 25 മുതൽ ജൂൺ 30 വരെ, അതിനു മുൻപ് 10 ദിവസം നെടുമ്പാശ്ശേരിയിൽ ഒരു റിഹേഴ്സൽ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഓർക്കുന്നില്ല എന്നായിരുന്നു. ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട സമയമോ ഈ ക്യാമ്പ് എത്ര ദിവസം നീണ്ടു നിന്നു എന്നുള്ള കാര്യമോ ഓർക്കുന്നില്ല എന്നുള്ളതായിരുന്നു നടിയുടെ മൊഴി. അത് വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ചില വാദങ്ങൾ പൊളിക്കാൻ പ്രോസിക്യൂഷന് ഈ പ്രതിഭാവ അഭിഭാഷകനായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, അബാദ് പ്ലാസയിലെ റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടും സമാനമായി തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതിരുന്നതാണ് ഈ കേസിൽ അതായത് രഞ്ജിത്ത്, അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, അതായത് ഈ വാദം സ്വാഭാവികമാണ്. ഈ വാദപ്രതിവാദങ്ങളിൽ പ്രതിഭാഗം എപ്പോഴും അവരുടെ വാദം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുക. അവിടെ ഈ അന്വേഷണ സംഘത്തോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നത് പ്രതിഭാഗം ഉയർത്തി കാണിക്കുന്നു. ഒപ്പം നേരത്തെ നടന്ന ക്യാമ്പുകളിലൊന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായില്ലേ എന്ന ചോദ്യം അടക്കം ചോദിക്കുന്നു. അവിടെ കൃത്യമായൊരു മറുപടി നൽകാൻ അതിജീവിതയ്ക്ക് സാധിക്കാതെ പോകുന്നു. അപ്പോൾ ഈ ക്രോസ് അടക്കം ഉണ്ടായൊരു സംശയം, അല്ലെങ്കിൽ കോടതിക്ക് ഉണ്ടാകേണ്ട ഒരു സംശയം, ഇത് എത്രത്തോളം വിശ്വസനീയമാണ്, അല്ലെങ്കിൽ ദിലീപ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ അന്വേഷണ സംഘത്തോട് പറഞ്ഞില്ല? അത്തരം സംശയങ്ങൾ കോടതിക്ക് ഉണ്ടാവുകയും ആ സംശയങ്ങൾക്ക് കൃത്യമായൊരു മറുപടിയോ തെളിവോ ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു. അതല്ലേ മനസ്സിലാക്കേണ്ടത്? അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആവശ്യം പോലെ സമയം, അന്വേഷണ ഉദ്യോഗസ്ഥരോട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ഇത്തരം കാര്യങ്ങൾ നേരത്തെ പറയാൻ, നേരത്തെയുള്ള പല മൊഴികളിലും ഇത്തരം പ്രശ്നമുണ്ട് അഭിലാഷ്. കാരണം നമുക്ക് ഈ വിധിന്യായത്തിൻ്റെ 1870 പേജുള്ള വിധിന്യായം വായിച്ചു നോക്കുമ്പോൾ അറിയാം, അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്താതിരുന്ന, അതായത് ആവശ്യം പോലെ സമയമുണ്ടായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്താതിരുന്ന പല കാര്യങ്ങളും കോടതിയുടെ പരിഗണന
പരിഗണിക്കാനായി വന്നു. അതിപ്പോൾ അത് പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഒരു ജഡ്ജിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് എന്നാണ് നിയമ രംഗത്തുള്ളവർ പറയുന്നത്. പക്ഷെ അപ്പോഴും ഇത്തരം കാര്യങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടാൻ അത് മാത്രം മതി. വളരെ വിശദമായ ഒരു അന്വേഷണം, ഇത്തരം പ്രമാദമായ ഒരു കേസ്, വിശദമായ അന്വേഷണം നടക്കുന്നു. മികച്ച ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. സർക്കാരിന് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഭവമായി ഇത് മാറുന്നു. പ്രോസിക്യൂഷൻ ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ പണിയെടുക്കുന്നു എന്ന് ബോധ്യം ഉണ്ടാകുന്ന തരത്തിൽ, പൊതുജനങ്ങൾക്കിടയിൽ ബോധ്യം ഉണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. അപ്പോഴും സുപ്രധാനമായ, ഇപ്പോൾ മഞ്ജു വാര്യർ മെസ്സേജ് കണ്ടു എന്ന് പറയുന്ന ആ മെസ്സേജ്, ആ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാത്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കാര്യം പറയാത്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള കൃത്യമായ എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാതെ ഇത് കോടതിക്ക് മുന്നിലെത്തി കോടതിയോട് മാത്രം പറയുമ്പോൾ ഒന്നതിൻ്റെ കാലതാമസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റൊന്ന് അഭിഭാഷകൻ പഠിപ്പിച്ചത് പ്രകാരം, പ്രോസിക്യൂഷൻ പഠിപ്പിച്ചത് പ്രകാരം ഇത്തരം കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കുകയായിരുന്നു എന്നുള്ള കോടതിയുടെ സംശയം ഉയരാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമായി. അങ്ങനെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാത്ത നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ പൊങ്ങി വന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയപ്പോൾ ഇത് കോടതിക്ക് ഒരു തരത്തിലും വിശ്വസിക്കാവുന്ന തെളിവുകളായി മാറിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സാക്ഷിമൊഴികളൊന്നും ഇത്തരം കാര്യങ്ങളിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി നിന്നില്ല എന്നുള്ളതും കോടതിയെ ഈ വാദങ്ങൾ തള്ളാൻ കാരണമാക്കി. ജഡ്ജ്മെന്റിൽ നമുക്കത് വളരെ കൃത്യമായി തന്നെ പറയാം. അതായത് വിശ്വസനീയമായ തെളിവുകളല്ല എന്ന് കൃത്യമായി ജഡ്ജ്മെന്റിൽ കോടതി പറയുന്നുണ്ട്. ഇത്രയധികം ആളുകളുണ്ടായിട്ടും ആരും കേൾക്കാതെ ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്ന് കോടതി പറയുന്നുണ്ട്. അതായത് ദിലീപും നടിയുമായുള്ള ശത്രുത അത് കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് ആകാതിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട മോട്ടീവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ പരാജയമുണ്ടായി. പിന്നീടാണ് സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ദിലീപിനെ വെറുതെ വിടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്താണ് ഈ ശിക്ഷിക്കപ്പെട്ട 6 പ്രതികൾക്ക് ഈ നടിയോടുള്ള വൈരാഗ്യം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരായിരുന്നു എന്നുള്ള ചോദ്യമാണ്. അതിനിപ്പോൾ അപ്പീൽ കോടതികളിലും മറ്റും, ഭരണഘടനാ കോടതികളിലേക്കും മറ്റുമോ കാര്യങ്ങൾ പോവുകയാണല്ലോ. അപ്പീൽ കോടതികളിലും മറ്റും വിശദമായ ഒരു ആർഗ്യുമെന്റിന്റെ വിധേയമായി മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല. അഭിലാഷ്, യെസ്, അതാണ്. ഇനി അപ്പീൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നുണ്ട്. അതിജീവിത ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. അവിടെയെല്ലാം ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ കൃത്യമായി കീഴ്ക്കോടതി അല്ലെങ്കിൽ വിചാരണ കോടതി പരിഗണിച്ചില്ല എന്നൊരാക്ഷേപം ഉയരും. പക്ഷേ അപ്പോഴും അപ്പീൽ ആണ്. അതുകൊണ്ട് തന്നെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലെ വിധിന്യായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടോ. അങ്ങനെ പിഴവുകൾ ഉണ്ടെങ്കിൽ ആ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന ഒന്ന്. ആ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചാൽ തീർച്ചയായും അടുത്ത ഘട്ടത്തിൽ ആ ഹർജികൾ പരിഗണിക്കുകയും വീണ്ടും കോടതി വിലയിരുത്തലിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ആർക്ക് വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു കൊട്ടേഷൻ എടുത്തത്? അത് കൊട്ടേഷൻ തന്നെ ആയിരുന്നോ? അതിനപ്പുറത്ത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് മാത്രമാണോ ഇതിൽ പങ്കുള്ളത് എന്നതിൽ ഒക്കെ കൂടുതൽ വ്യക്തത കൈവരിക്കുകയുള്ളൂ.